പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മൾ പലപ്പോഴും ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ, ചടങ്ങുകളിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ശരീരഭാഷയ്ക്ക് ചില വ്യത്യാസങ്ങൾ വരാറുണ്ട്, അല്ലെങ്കിൽ വരുത്താറുണ്ട്. കൈകൾ കൊണ്ടും കാലുകൊണ്ടും ശരീരം കൊണ്ടും അങ്ങനെയുള്ള ചടങ്ങുകളിൽ പല വിധത്തിലുള്ള ചലനങ്ങൾ, ക്രിയകൾ ചെയ്യാറുണ്ട്. നമ്മൾ നമസ്കരിക്കുന്നതായിക്കോട്ടെ, നിസ്കരിക്കുന്നതായിക്കോട്ടെ, മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, ഇരു കരങ്ങളും ഉയർത്തി സർവശക്തനോട് പ്രപഞ്ചത്തിലേക്ക് അഭ്യർത്ഥിക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം, അല്ലെങ്കിൽ നമ്മൾ താളാത്മകമായി കൈകൾ കൊട്ടിക്കൊണ്ടായിക്കോട്ടെ, തൊഴുന്നതായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ശരീരഭാഷ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് വരാറുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ശാസ്ത്രീയതയുണ്ട്, സയൻസ് ഉണ്ട്. ഇത് നമ്മൾ അറിഞ്ഞു കണ്ട് പെരുമാറുമ്പോഴാണ് കൂടുതൽ അതിനെ ശക്തി ആർജിക്കുക, അല്ലെങ്കിൽ ഫലസിദ്ധിയിലേക്ക് എത്തപ്പെടുകയുള്ളൂ. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇരു കൈകളും തൊഴുക, കൂപ്പുകൈ എന്ന് പറയും. ഇത് പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ ദേവാലയങ്ങൾക്കോ പോകുമ്പോൾ മാത്രമല്ല ഉപയോഗിക്കാറുള്ളത്. നമ്മൾ പരസ്പരം ഒരു ബഹുമാനാർത്ഥം നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു അഭിസംബോധന എന്നുള്ള നിലയ്ക്ക് ഒന്ന് കൂപ്പുകൈ കൊടുക്കാറുണ്ട്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സയൻസ്, അല്ലെങ്കിൽ സൂക്ഷ്മതലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കൈകൾ എന്ന് പറയുന്നത് അതീവമായ ശക്തിയുള്ള ഊർജ സ്രോതസ്സുകളെ ആവാഹിക്കാനും പ്രവഹിപ്പിക്കാനും കഴിവുള്ളതാണ് കൈവെള്ളകൾ. ശരീരത്തിലുള്ള ഊർജത്തെ, ജീവോർജത്തെ റിലീസ് ചെയ്യപ്പെടുന്ന കൈകളിലൂടെയാണ്. അതുകൊണ്ടാണ് ഹീലിങ്ങിനൊക്കെ കൈ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലും, അല്ലേ? ചിലപ്പോൾ ഇങ്ങനെ അനുഗ്രഹം കൊടുക്കാറുണ്ട്, തലയിൽ തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കാറുണ്ട്, നമ്മൾ സ്വീകരിക്കാറുണ്ട്. അപ്പം ഈ വേളയിലൊക്കെ എന്താ സംഭവിക്കുക? ഒരു വ്യക്തിയിൽ ജനറേറ്റ് ചെയ്യുന്ന ഊർജ പ്രവാഹത്തെ അവൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം ഇവിടെ കൈകൾ കൂപ്പുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ 5 വിരലുകളും പഞ്ചഭൂതങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പഞ്ചഭൂതങ്ങൾ നമുക്കറിയാം, അല്ലേ? അഗ്നി മുകളിലേക്ക് വരുന്നത്, ജലം താഴേക്ക് ഒഴുകുന്നത്. അഗ്നി, ജലം, ആകാശം, ഏറ്റവും വലുത് ആകാശം, അതിന് മുകളിൽ വായു, അതിന് താഴെ ഭൂമി. അപ്പൊ ഈ 5 തത്വങ്ങൾ ആണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. പഞ്ചഭൂതാത്മകമിതം നമ്മുടെ ശരീരം. അപ്പൊ ഈ ശരീരത്തെ, അതിനുള്ളിലാണ് ആത്മാവ് കൂടികൊള്ളുന്നത്. അപ്പൊ ഈ ആത്മീയതയെ അവേക്കനിങ് ചെയ്യാൻ, ഉയർത്താൻ, ട്രിഗർ ചെയ്യാൻ, ഉത്തേജിപ്പിക്കാൻ ഈ 2 കൈകളും ചേർത്ത് പിടിക്കുമ്പോൾ, ഈ വിരലുകൾ സമാസമം ചേർത്ത് പിടിക്കുമ്പോൾ ഉയരങ്ങളിലേക്ക് നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളിലുള്ള എനർജിയെ പ്രപഞ്ച ഊർജത്തിലേക്ക് ഉയർത്തുവാൻ ഇത് സഹായിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അഗ്നിയെയും ജലത്തെയും വായുവേയും ആകാശതത്വമാണ് നമ്മൾ. അപ്പൊ ഇത് പൂർണ്ണമായ രീതിയിൽ അതിന്റെ ഉത്തേജനം, പ്രത്യേകിച്ചും ദേവാലയങ്ങളിലോ പ്രാർത്ഥനാ വേളയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ പൊതുവിൽ ഒരു എനർജി ഫീൽഡ് ഉണ്ടല്ലോ, കോസ്മിക് എനർജി ഫീൽഡ്. അതും ഒപ്പം നമ്മുടെ ഉള്ള എനർജിയെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ലഭിക്കുന്ന ഒരു ആശ്വാസം, അല്ലെങ്കിൽ അഭിവൃദ്ധി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പലപ്പോഴും ദേവാലയങ്ങളിലൊക്കെ നമ്മൾ കൂപ്പുകൈ കൊടുക്കുന്നത്. ഇനി അതല്ല, നമ്മൾ വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ, സുഹൃത്തുക്കളെ കാണുമ്പോൾ ഒക്കെ ഒന്ന് തൊഴാറുണ്ട്. ഇതാണ് നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇത് ഭാരതത്തിലാണ് ഈ ഒരു സംസ്കാരം പണ്ട് തൊട്ടേ ഈ സയൻസ് മനസ്സിലാക്കി ആചരിച്ചു പോരുന്നു. ഇതിപ്പോൾ ഒരുപാട് വിദേശീയരും ഇതേപോലെ കൂപ്പുകൈ സംസ്കാരം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിലൂടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. വ്യക്തമാണെന്നുള്ളത് വിചാരിക്കുന്നു. അപ്പൊ എപ്പോഴും പരമാവധി നമ്മൾ എല്ലാത്തിനെയും കൈകൂപ്പി ആദരിക്കുന്നവരാണ്. അത് വൃക്ഷങ്ങളായിക്കോട്ടെ, നദികളായിക്കോട്ടെ, മലകളായിക്കോട്ടെ, അങ്ങനെ പ്രകൃതിയെപ്പോലും നമ്മൾ കൈകൂപ്പി ആരാധിക്കുമ്പോൾ സംഭവിക്കുന്നത് പഞ്ചഭൂതാത്മകമായി നിയന്ത്രിതമായിരിക്കുന്ന, നിർമ്മിതമായിരിക്കുന്ന നമ്മുടെ ശരീര ഊർജത്തെ പ്രപഞ്ച ഊർജവുമായി കൂടുതൽ ലയിപ്പിച്ച് ചേർക്കുന്നതിന് വേണ്ടി, അതിനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശരീരഭാഷയാണ്, ശരീരത്തിൽ നിന്നും ഏകോപിപ്പിക്കുന്നതാണ് ഈ കൂപ്പുകൈ സംസ്കാരം എന്ന് പറയുന്നത്. വ്യക്തമാണെന്നുള്ളത് വിചാരിക്കുന്നു. പലപ്പോഴും നമ്മളിതൊക്കെ സ്പിരിച്വാലിറ്റിയിലും അല്ലാതെയും ഒക്കെ ആചരിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ അടിസ്ഥാന തത്വം, അതിന്റെ സയൻസ് അറിഞ്ഞ് ഇനി മുതൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള ഫലങ്ങളും കുറേശ്ശെ നമ്മളിലേക്ക് സംജാതമായിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.